അർദ്ധവാർഷിക പരീക്ഷ 8ാം ക്ലാസ് ദുറൂസുൽ ഇഹ്സാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടുത്തുന്ന വളരെ ഉപകാരപ്രദമായ വീഡിയോയാണ്. മുഴുവനായി കാണുകയാണെങ്കിൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യമേ അറിയിക്കുകയാണ്. മോഡൽ ചോദ്യപേപ്പർ ഒന്ന് വായിക്കാം. ഒന്നാമത്തത് മയ്യിദി സവാബ ബിഹാദിഹി, ശരി നൽകിക്കൊണ്ട് ശരിയായതിനെ തിരഞ്ഞെടുക്കാനാണ്. ഒന്നാമത്തത് വ അഅ്ലമു മാ യഹ്രിസു അലൈഹിൽ മുഅ്മിനു, ഒരു സത്യവിശ്വാസി ഏറ്റവും കൂടുതൽ അത്യാർത്തി കാണിക്കുന്നത് ഹുസ്നുൽ ഖാത്തിമ എന്നുണ്ട്, സൂഉൽ ഖാത്തിമ എന്നുണ്ട്. ഹുസ്നുൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ ശുഭാന്ത്യം, ഹുസ്ന എന്ന് പറഞ്ഞാൽ നല്ലത്, നല്ലവൾ എന്നാണ്. അപ്പോൾ ഹുസ്നുൽ ഖാത്തിമ നല്ല അന്ത്യം, സൂ എന്ന് പറഞ്ഞാൽ മോശമാണ്, അതല്ല. രണ്ട് ദിക്റുൽ മൗത്തി, മരണത്തിനെ ഓർക്കുക എന്നുള്ളത് യുസഹിദുന ഫിദ്ദുനിയ, ദുനിയാവിൽ നമ്മളെ പരിത്യാഗികളാക്കും, ത്യാഗികളാക്കി മാറ്റും. അതിൻ്റെ അപ്പുറത്ത് യുറഇബുന ഫിദ്ദുനിയ, ദുനിയാവിൽ നമുക്ക് നല്ലോണം വീണ്ടും വീണ്ടും ജീവിക്കാനും മറ്റിനുള്ള ആഗ്രഹം ഉണ്ടാക്കും, അതല്ല. ആദ്യത്താണ് ശരി. മൂന്നാമത്തത് തബറുക്കുൽ വഅത്തൻ, ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ തൊലബുൽ ഇൽമ്, അറിവിനെ തേടുക എന്നതാണ്. തൊലബുൽ ബർക്കത്ത്, ബർക്കത്തിനെ തേടുക എന്നതാണ്. തൊലബുൽ ബർക്കത്താണ്, ബർക്കത്തിനെ തേടുക എന്നതാണ്. നാലാമത്തത് ലിദ്ദുൽ ഈമാൻ, ഈമാനിൻ്റെ നേരെ എതിര് വരുന്നത് ഏതാണ്? കിബിർ, അഹങ്കാരം എന്നുണ്ട്, കുഫർ, അവിശ്വാസം എന്നുണ്ട്. ശരിയായത് കുഫർ, അവിശ്വാസം എന്നതാണ്. വമിൻ അഖ്ബസി അൻവായിൽ കുഫർ, അവിശ്വാസത്തിൻ്റെ ഏറ്റവും മോശമായ ഇനം അസൂയ, അസദ് ഉണ്ട്, നിഫാഖ് കാപ്പട്യമുണ്ട്, കാപ്പട്യമാണ്. ആറാമത്തത് അൻ നിഫാഖുൽ അക്ബറു, ഏറ്റവും വലിയ കാപ്പട്യം ഏതാണ്? അൻ നിഫാഖുൽ ഇഅ്തിഖാദി, വിശ്വാസപരമായ കാപ്പട്യവും അൻ നിഫാഖുൽ അമലി, പ്രവർത്തനപരമായ കാപ്പട്യവും. നിഫാഖുൽ ഇഅ്തിഖാദിയാണ് വിശ്വാസപരമായ കാപ്പട്യം. വിശ്വാസത്തിൽ കാപ്പട്യം വന്നു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാപ്പട്യം. ഇതിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി തമ്മീം പൂർത്തിയാക്കാനാണ് രണ്ടാമത് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യവും രണ്ടാമത്തെ ചോദ്യവും ഒക്കെ നമുക്ക് വേഗത്തിൽ ഉത്തരം എഴുതാൻ അറിയണമെങ്കിൽ പാഠഭാഗവുമായിട്ട് നല്ല ബന്ധമുണ്ടാവണം. നല്ലോണം പാഠഭാഗം അർത്ഥം വെച്ച് വായിക്കണം, എങ്കിലേ വേഗം നമുക്ക് ഉത്തരങ്ങൾ എഴുതാൻ കഴിയുകയുള്ളൂ. തമ്മീം പൂർത്തിയാക്കാനാണ്. വായിക്കുന്നതിന് മുമ്പ് കഷ്ടപ്പെട്ട് ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതിൽ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു. വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അവസാനത്തിൽ അറിയിക്കുകയും ചെയ്യുക. ഒന്നാമത്തത് തഫക്കറു, നിങ്ങൾ ചിന്തിക്കുക. ഫി ഖൽക്കില്ലാഹി, അള്ളാഹു പടച്ച സൃഷ്ടികളിൽ ഒരുപാട് സൃഷ്ടികൾ അള്ളാഹു പടച്ചു വെച്ചിട്ടുണ്ട്, അതിലൊക്കെ നിങ്ങൾ ചിന്തിച്ചോളി. എന്നാൽ വലാ തഫക്കറു, നിങ്ങൾ ചിന്തിക്കണ്ട ഫി ദാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ദാത്ത്, അള്ളാഹിൻ്റെ ശരീരം, അള്ളാഹിൻ്റെ ബോഡി, ഇതൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട. കാരണം അത് ചിന്തിച്ചാൽ നമുക്ക് പിടുത്തം കിട്ടാത്ത ഒരു സംഭവമാണ്. രണ്ടാമത്തത് മൻ കാന ആഖിറു കലാമിഹി, ഒരാളുടെ അവസാന വാക്കായാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. മൂന്നാമത്തത് കാല ഫി കുല്ലി കബിദിൻ റത്ബത്തിൻ അജ്റുൻ, പച്ച ഹൃദയമുള്ള എല്ലാറ്റിലും അജ്റുൻ, കൂലിയുണ്ട്. അഥവാ ജീവനുള്ള എല്ലാറ്റിലും എന്തുണ്ട്? കൂലിയുണ്ട് എന്നർത്ഥം. നാലാമത്തത് ഇദാ അഹബ്ബർ റജുലു അഖാഉ ഫൽയുഖ്ബിറുഹു, ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെ, അവൻ്റെ സഹോദരനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫൽയുഖ്ബിറുഹു, അവൻ അറിയിക്കണം, അന്നഹു യുഹിബ്ബുഹു, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം, അവനെ ഇഷ്ടപ്പെടുന്ന കാര്യം അവൻ അറിയിക്കണം. അഞ്ചാമത്തത് കാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പറഞ്ഞു, യഅ്ദിലു, നിങ്ങൾ നീതി കാണിക്കണം, ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കിടയിൽ, ഫിന്നുഹ്ല, പരസ്പരം പങ്കുവെക്കുന്ന എല്ലാറ്റിലും, ഫിന്നുഹ്ല, എല്ലാറ്റിലും നിങ്ങൾ നീതി കാണിക്കണം. ആറാമത്തത് കാലൽ ഹസൻ, ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻ നിഫാഖുൽ അസ്അറു, ചെറിയ കാപ്പട്യം, വസീലത്തുൻ, അത് വഴിയൊരുക്കും, എങ്ങോട്ട്? ഇല നിഫാഖിൽ അക്ബർ, വലിയ കാപ്പട്യത്തിലേക്ക്. ഇനി മൂന്നാമത്തത് ബയ്യൻ, പൂർത്തിയാക്കാനാണ്. അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്. അൽലുൽമു, അക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? വലൗ ഷൈഇ ഫി ഗൈരി മഹല്ലിഹി, ഒരു വസ്തുവിനെ അതിൻ്റേതല്ലാത്ത സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കുക. ഇപ്പോൾ വാക്കാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും കൈയാണെങ്കിലും കാലാണെങ്കിലും ഒക്കെ വെക്കേണ്ട സ്ഥലമല്ലാത്തടത്ത് വെച്ചാൽ അത് അക്രമമാകും. അല്ല അതിലു, നീതി എന്ന് പറഞ്ഞാലോ വലൗ ഷൈഇ ഫി മഹല്ലിഹി, ഒരു വസ്തുവിനെ വെക്കേണ്ടുന്ന സ്ഥാനത്ത് കൃത്യമായി വെച്ചാൽ അവിടെ നീതിയായി. മൂന്നാമത്തത് അൽ വലിയു, ആരാണ് വലിയ? ഹുവ ആരിഫു ബില്ല, അള്ളാഹിനെ കുറിച്ച് അറിയുന്നവനാണ്. ഒബി സിഫാത്തിഹി, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ പറ്റിയും. ഹസ്ബൽ ഇംകാൻ, കഴിവിൻ്റെ പരമാവധി അള്ളാഹിനെക്കുറിച്ചും അള്ളാഹിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചും അറിയും.
അൽ മുവാലിബു അല ത്വആത്തി നല്ല കാര്യങ്ങളുടെ മേലിൽ നിത്യമാവുകയും അൽ മുജ്തനിബു അനിൽ മഹാസി മോശമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവനാണ് വലിയ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, പഠിച്ചു വെക്കുക. നാലാമത്തത് അൽ കറാമത്തു. കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്രുൻ ഖാരിഖുൻ ലിൽ ആദത്തി, പതിവിന് വിപരീതമായി നടക്കുന്ന കാര്യമാണ്. യൽഹറു അല യദിൽ വലിയ, ഒരു വലിയ മുഖാന്തരം, വലിയൻ്റെ കരങ്ങളിലൂടെ പതിവിനിക്ക് വിപരീതമായി നടക്കുന്ന കാര്യമാണ് കറാമത്ത് എന്ന് പറയുന്നത്. കോഴിമുട്ട താഴേക്കിട്ട പൊട്ടും എന്നതാണ് പതിവ്, എന്നാൽ വലിയ ഇട്ടാലോ പൊട്ടില്ല. വലിയായ വ്യക്തി ഇട്ടാൽ പൊട്ടില്ല. അപ്പോൾ അത് ഒരു ഉദാഹരണമാണ് കറാമത്തിൻ്റെ. ഇനി നമുക്ക് വരുന്നത് നാലാമത്തതാണ്. അജിബ്, ഉത്തരം എഴുതാനാണ്. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. അൽ മൗത്തു ഫിൽ ഹഖീഖത്തി മാ ഹുവ, യാഥാർത്ഥ്യത്തിൽ മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? തഗയ്യുറു ഹാലി ഫക്കത്ത്, നിലവിലുള്ള ഒരവസ്ഥ മാറുക എന്നുള്ളത് മാത്രമാണ്. ഫക്കത്ത് എന്ന് പറഞ്ഞാൽ മാത്രമാണ്. മാതാ തൂരിസു തൗബത്തു നസൂഹ, നസൂഹായ തൗബ എന്തിനെ ഉണ്ടാക്കിത്തരും? തൗബ എന്തിനെ ഉണ്ടാക്കിത്തരും? ഹുസ്നുൽ ഖാത്തിമ, നല്ല അന്ത്യത്തിന്. അപ്പോൾ ഒരാൾ തൗബ ചെയ്യുകയാണെങ്കിൽ അത് കാരണം അവനിക്ക് നല്ല അന്ത്യം ആ തൗബ ഉണ്ടാക്കി കൊടുക്കും. ഇനി മൂന്നാമത്തത് സിദ്ഖുൽ കൗല്, വാക്കിലെ സത്യം എന്താണ്? ഹുവ അൻ യഹ്ഫളൽ അബ്ദു, ഒരു അടിമ സൂക്ഷിക്കലാണ് ലിസാനഹു, അവൻ്റെ നാവിനെ മിനൽ കെദിബി, കളവിൽ നിന്ന്. അപ്പോൾ ഒരു അടിമ അവൻ്റെ ലിസാനെ, നാവിനെ കെദിബിൽ നിന്ന്, കളവിൽ നിന്ന് സൂക്ഷിക്കലാണ് സിദ്ഖുൽ കൗല്. അഞ്ചാമത്തത് മസിൽ, ഉദാഹരണം കൊണ്ടുവരാനാണ്. മക്കാനുൻ മുബാറക്കുൻ, ബർക്കത്താകപ്പെട്ട സ്ഥലത്തിനുള്ള ഉദാഹരണം എന്താണ്? മക്ക, മദീന, രണ്ടും പുണ്യമുള്ള സ്ഥലമാണ്. അഷിയാവുൻ മുബാറക്കത്തുൻ, ബർക്കത്തുള്ള വസ്തുക്കൾ. കമീസ് യൂസുഫ്, യൂസുഫ് നബിയുടെ കമീസ്. ഖുർആനിൽ പറയുന്നുണ്ടല്ലോ ഒരായത്ത്, ഇത് ഹബ് ബി കമീസിൻ, നിങ്ങൾ യൂസുഫ് നബിയുടെ ജുബയുമായിട്ട് പോവുക, അതിനെ മുഖത്തിടുക. അപ്പോൾ ആ ഒരായത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഓർമ്മയില്ലാത്തവർ അത് പഠിച്ചു വെക്കുക. അതൊരു ഇതിൻ്റെ തെളിവായിട്ട് വരുന്നൊരായത്താണ്, ഇമ്പോർട്ടൻ്റ് ആണത്. പിന്നെ മക്കാമു ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മക്കാമ്, അത് വസ്തുക്കൾക്കുള്ള ഉദാഹരണമാണ്. ഇനി യുക്തുബു ദലീല, തെളിവെഴുതാനാണ്. യുസ്തഹബു തബറുഖു ബി ആസാരി സോലിഹീന, സോലിഹീങ്ങളുടെ തിരുശേഷിപ്പ് കൊണ്ട് ബർക്കത്തെടുക്കൽ സുന്നത്താണ് എന്നുള്ളതിനിക്കുള്ള തെളിവ്. ഇതാ തവല്ലാ നബിയു, നബിതങ്ങൾ ഉളുവെടുത്താൽ കാതു യക്തത്തിലൂനാല വലൂഇഹി, വുലൂഇ എന്നല്ല അവിടെ വ എന്നാണ്, വലൂഇഹി. നബിതങ്ങൾ വുളു എടുക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന വെള്ളത്തിന് വേണ്ടി, അത് ലഭിക്കുന്നതിന് വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിച്ചിട്ട് അതൊരു യുദ്ധത്തിലേക്കാകുമോ എന്ന് പേടിക്കുന്ന അതിനടുത്തെത്തിയിരുന്നു. അതാണ് അതിൻ്റെ ഒരു ആശയം. ഇനി ഏഴാമത്തത് തെർജിം, പരിഭാഷപ്പെടുത്താനാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഉഖിബറൽ മയ്യത്തു അതാഹു മലക്കാനി അസ്വദാനി അസ്റഖാനി യുഖാലു ലിഅഹദിഹിമ അൽ മുങ്കറ വൽ ആഖറ നക്കീർ. ഇതൊരു പ്രധാനപ്പെട്ടതല്ല, കാരണം പരിഭാഷപ്പെടുത്താൻ ഒരുപാടുണ്ട്. അതിന് ഏതെങ്കിലും ഒന്നായിരിക്കും വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മയ്യത്തിനെ കബറടക്കപ്പെട്ടാൽ ആ മയ്യത്തിൻ്റെ അടുത്തേക്ക് കറുത്ത നിറമുള്ള, നീല കളറുള്ള മുൻകർ നക്കീർ എന്ന പേരുള്ള രണ്ട് മലക്കുകൾ വരും. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് മനസ്സിലാക്കി. മറ്റൊരു ചോദ്യപേപ്പർ കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, വായിക്കുന്നില്ല. വായിച്ചാൽ വീഡിയോ ഒരുപാട് ദീർഘിച്ചു പോകും. നിങ്ങൾക്ക് തന്നെ നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. രണ്ടിലും ആവർത്തിച്ച് വന്ന ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റായി മനസ്സിലാക്കുക. നിർദ്ദേശിക്കപ്പെട്ട പാഠങ്ങളൊക്കെ നന്നായി പഠിക്കുക, ചോദ്യോത്തരങ്ങൾ പഠിക്കുക, അർത്ഥം വെച്ച് പഠിക്കുക, ആയത്തുകൾ ഹദീസുകളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് എഴുതി വെച്ച് പഠിക്കുക. എങ്കിൽ 50-50 മാർക്കും നമുക്ക് നേടാൻ കഴിയും. ഇനി വാർഷിക പരീക്ഷ വരുന്നുണ്ട്, അതിൻ്റെയൊക്കെ നല്ല നല്ല ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യും. നഷ്ടമാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.